ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ അന്ന് മാത്രമേ ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇന്നൊരു കടലപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടലപ്പം ഞാൻ മുന്നേ കടലപ്പത്തിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. എത്ര കേട്ടോ, ഒരു കിലോ 1.5 കിലോ അങ്ങനെ കുറച്ച് ഓർഡേഴ്സാണ്. ഒരാൾക്ക് 1 കിലോ, ഒരാൾക്ക് 1/2 കിലോ അങ്ങനെയാണ്. അപ്പോൾ ഇനി നോമ്പായതുകൊണ്ട് ഇനി അങ്ങനത്തെ ഓർഡേഴ്സൊന്നും ഉണ്ടായില്ല എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും കുറച്ചായിട്ട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഗൾഫിലേക്ക് പോകുന്നവർക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടെ ഇത് ഓർഡർ. അപ്പോൾ അതൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ച് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി വീഡിയോ എടുത്തിട്ടാന്ന് വെച്ചിട്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചെയ്യുന്ന പോലെ ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് സെയിൽസ് ചെയ്യട്ടെ. അപ്പോൾ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും സെയിൽ ചെയ്യാം. ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടാണ് സെയിൽ ചെയ്യുന്നുള്ളത്. അപ്പം നമ്മളെ കസ്റ്റമേഴ്സ് എന്ന് വെച്ചെങ്കിൽ നമ്മൾ സ്ഥിരം കസ്റ്റമറായിട്ട് തന്നെയാണ് അധികം ആളും വരുന്നുള്ളത്. സ്ഥിരം ചെയ്യുന്ന ആൾ തന്നെ വീണ്ടും വേറെ ആൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അവർ വിളിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഓർഡർ കിട്ടൽ. എല്ലാ പായങ്ങും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതിപ്പം എനിക്കറിയാത്ത ആരോ ഒരാൾ എനിക്ക് ഓർഡർ തന്നെയാണ്. അപ്പോൾ അവർക്കത് നല്ല സാറ്റിസ്ഫൈ ആയിട്ടാ. ഇത് മിയാനെ തന്ന ഓർഡറാണ്, അവർ സാധനം കൊണ്ടുപോയി അടിപൊളിയായെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു സന്തോഷമായിട്ടാ. അപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്തെങ്കിൽ നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാവും. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നുള്ളത്. കുറേ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഒന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാകുന്ന പച്ചരിയൊക്കെ വെച്ചിട്ട് വീട്ടിലൊക്കെ ഇപ്പോൾ ഇതുപോലെ സാധനം എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പച്ചരി മുട്ടൊക്കെ വെച്ചിട്ട് അരച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് എടുക്കലാണ്. അപ്പോൾ അതുപോലെ ഉണ്ടാക്കി എല്ലാവരും സെയിൽ ചെയ്യട്ടെ. മാക്സിമം ചെയ്യാൻ പറ്റുന്ന ആൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്താൽ മതി. ഇതിൻ്റെ കവറാണെങ്കിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിൻ്റെ അത് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഇത് കിലോന് വരുന്നത് 330, 350 അങ്ങനെ ഓരോ റേറ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ റേറ്റിന് സാധനമായിട്ട് നല്ല ലാഭത്തിന് വിൽക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 250 ഗ്രാം 250 ഗ്രാമിൻ്റെ പാക്കിങ്ങാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നോട്. അപ്പോൾ അവർക്ക് ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ കൊട്ടയപ്പം പിന്നെ നെയ്യട അച്ചാർ അങ്ങനെയൊക്കെ ഒന്നിച്ച് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു വരുമാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊരു ഹാപ്പിനെസ് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടി ഒരു സന്തോഷമായി നമുക്ക്. നമ്മളെ ഈ കുഞ്ഞു സന്തോഷങ്ങളിൽ നിങ്ങൾക്ക് കൂടി അറിയിക്കുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്താൽ നിങ്ങൾക്കും അതൊരു ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക. നല്ലൊരു വരുമാന മാർഗ്ഗമാവട്ടെ. ഡെയിലി നമ്മൾ വെറുതെ എന്തായെങ്കിലും ഒരു 3-4 മണിക്കൂർ വെറുതെ ഇരിക്കാത്ത ആരുമില്ല. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ പണിയൊക്കെ തീരും കേട്ടോ. അപ്പം ഇതുപോലെ കുറച്ച് സമയം ബാക്കിയുണ്ടവരൊക്കെ അല്ലേ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് കയ്യിലൊരു വരുമാന മാർഗ്ഗമായി നമുക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും നമുക്ക് ബിസിനസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുക. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈ റെസിപ്പി വീഡിയോ ഞാൻ മുന്നേ ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ഉണ്ടാക്കുക. കുറേ പേരുണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഫ്ലോപ്പൊന്നും ആയിട്ടില്ല എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറം കാണുന്നത് കൊട്ടയപ്പട്ട. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ ഒരേ വീഡിയോയിൽ ചെയ്യാതെ നിങ്ങൾക്ക് കുറേ ലോങ് വീഡിയോ ആയിട്ട് കാണും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി നോമ്പൊക്കെ വരുന്നതല്ലേ, അപ്പോൾ അച്ചാറിനൊക്കെ കുറേ ഓർഡേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു 25 കിലോ അച്ചാറിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. ഇൻഷാല്ലാ കുറച്ച് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചെങ്കിൽ നമുക്ക് ഒന്നിച്ച് പിന്നെ ഉണ്ടാക്കലും കൊടുക്കലും പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുക്കലാണ്. കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ട് ഞാൻ ഇനിയും കുറച്ചും കൂടി ഉണ്ടാക്കുകയാണ്. ഇൻഷാല്ലാ തന്നവർക്കൊക്കെ ഞാൻ തരുന്നതായിരിക്കും. എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ആർക്കും റിപ്ലൈ തരാതിരിക്കില്ല. എന്ത് ചോദിച്ചാലും അതിനുള്ള കറക്റ്റ് റിപ്ലൈ ആയിട്ട് എനിക്കറിയാൻ പറ്റുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയും കേട്ടോ. കറക്റ്റായിട്ട് എനിക്ക് ഞാൻ വെച്ചെങ്കിൽ ഞാനൊരു 3/4 കിലോ വരെ വാങ്ങിയിട്ട് എനിക്ക് 1.5 കിലോ വരെ അപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും നമുക്ക് ലാഭമാണ്. അത്ര ലാഭം വെച്ചെങ്കിൽ അതിൽ മുട്ടയും പച്ചരിയും കൂട്ടിയിട്ടാണ് കേട്ടോ മരക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ തന്നെ വീഡിയോ ഇട്ടത് കൊണ്ട് ഞാൻ ഇറക്കുന്നത് പച്ചരി കുതിർത്തത് അങ്ങനെയൊന്നും വീഡിയോ ചെയ്തിട്ടില്ല. ഇത് മധുരമില്ലാത്ത അപ്പാണ് കേട്ടോ. ബാക്കിലുള്ള കൊട്ടപ്പം മധുരത്തിനുള്ള അപ്പാണ്. ഇത് മധുരമില്ലാത്ത അപ്പാണ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കൂടി പറ്റും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള അപ്പം കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.